ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഡക്ഷൻ മെഷീൻ ആയിരുന്നു അല്ലേ. നമ്മൾ ടോർക്ക് വരെ നമ്മൾ പഠിച്ചു, സ്ലിപ്പിൽ വരുന്ന ടോർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷനും ബാക്കിയുള്ള അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ ഇത് നോക്കാം. അപ്പോൾ ചേഞ്ച് ഓഫ് സപ്ലൈ വോൾട്ടേജ് പറഞ്ഞു അല്ലേ. ഇനി സ്റ്റാർട്ടിങ് ടോർക്ക് മുതലായ കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. സ്റ്റാർട്ടിങ് ടോർക്കും പറഞ്ഞു, ഇനി റണ്ണിങ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്കിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ റോട്ടറിന് ഇൻഡക്ഷൻ മോട്ടറിന് ഇറ്റ് ഈസ് ഹാവിങ് ലോ റെസിസ്റ്റൻസും അതുപോലെ ഹൈ ഇൻഡക്റ്റൻസുമാണ്. ഓക്കെ, കാരണം ഇൻഡക്റ്റൻസ് കൂടുതലാവാൻ കാരണം വെച്ചാൽ നമ്മൾ റോട്ടർ കണ്ടക്ടേഴ്സ് ആർ എംപെഡഡ് ഇൻ അയേണിൽ എംപെഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് റോട്ടറിൻ്റെ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്ത് കൂടുതൽ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ലോ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഇൻഡക്റ്റൻസ്. പിന്നെ അടുത്തൊരു പോയിന്റ്, അറ്റ് ദ സ്റ്റാർട്ടിങ് റോട്ടർ ഫ്രീക്വൻസി എന്തിന് ഈക്വലാണ് സ്റ്റേറ്റർ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ റോട്ടർ റിയാക്റ്റൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നിങ്ങൾ റോട്ടർ റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ റോട്ടറിൻ്റെ X2 ആയിരിക്കും എന്ത് കൂടുതൽ വരിക അല്ലേ. ദസ് ദ റോട്ടർ കറണ്ട് ലാഗ്സ്, X2 കൂടുന്നതുകൊണ്ട് തന്നെ ലാഗിങ് ആണ് വരിക. റോട്ടർ കറണ്ട് ലാഗ്സ് ദ റോട്ടർ EMF ബൈ എ ലാർജ് ആംഗിളിന് ലാഗ് ചെയ്യും. അങ്ങനെ ലാഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പവർ ഫാക്ടർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ടോർക്കും എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ടോർക്കൊക്കെ കുറഞ്ഞതൊക്കെ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്ററുകളെ എന്ത് ചെയ്യുക, റോട്ടർ സർക്യൂട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റെസിസ്റ്ററുകൾ ആഡ് ചെയ്യുന്ന വഴി നമുക്ക് റോട്ടർ പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ടോർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദസ് ഇറ്റ് ഇൻക്രീസസ് ദ റോട്ടർ ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ റോട്ടർ ഇമ്പിഡൻസ് ഇമ്പ്രൂവ് ചെയ്താൽ എന്താ പ്രശ്നം, റോട്ടറിൻ്റെ കറണ്ട് കുറയും. കാരണം കറണ്ടും ഇമ്പിഡൻസും ഇൻവേഴ്സ്ലി അല്ലേ. അപ്പോൾ റോട്ടറിൻ്റെ കറണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ റോട്ടർ റെസിസ്റ്റൻസുകൾ കൂട്ടുന്ന വഴി റോട്ടറിൻ്റെ ഇമ്പിഡൻസ് എന്ത് ചെയ്യും, കുറയും. കറണ്ട് എന്ത് ചെയ്യും, കൂടും. പവർ ഫാക്ടർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഇമ്പിഡൻസ് കൂട്ടിയ പവർ ഫാക്ടർ എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ജനറലി ഒരു ഓവർവ്യൂ തന്നാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ സ്ക്വിറൽ കേജ് മോട്ടറുകളിൽ പറയുവാണെങ്കിൽ ഇതിൻ്റെ റോട്ടർ ബാർസൊക്കെ പെർമനൻ്റ്ലി എന്താണ്, ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒന്നും എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനൊന്നും ഇല്ല സ്റ്റാർട്ടിങ്ങിൽ. അതുകൊണ്ടാണ് ഈ സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ കുറവ്. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ടിങ് ടോർക്ക് കൂടുതലെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏത് മോട്ടറിലേക്ക് പോകുന്നത്, സ്റ്റാർട്ടിങ് ടോർക്ക് കൂടുതലുള്ള വേണം എന്ന് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ സ്ലിപ്പറിങ് മോട്ടറുകളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഈ സ്ക്വിറൽ കേജ് മോട്ടറുകളുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദീസ് മോട്ടേഴ്സ് ഹാവ് സ്റ്റാർട്ടിങ് ടോർക്ക് ഓഫ് എത്ര, 1.5 to 2 times ദ ഫുൾ ലോഡ് വാല്യൂ, ഇത്രയേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്റ്റാർട്ടിങ് ടോർക്ക് അത്രയും കുറവാണ്, 1.5 to 2 times മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കറണ്ടും എത്ര ഉണ്ടാവുള്ളൂ, ഇറ്റ് വിൽ ബി അറൗണ്ട് 5 to 9 times ഓഫ് ദ ഫുൾ ലോഡ് കറണ്ട്. ഫുൾ ലോഡ് കറണ്ടിൻ്റെ 5 to 9 times മാത്രമേ സ്റ്റാർട്ടിങ് കറണ്ടും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി വൂണ്ട് റോട്ടർ മോട്ടറിൻ്റെ പ്രത്യേകത, വൂണ്ട് റോഡ് മോട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റൻസുകളെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ഇൻസേർട്ടിങ് പ്രോപ്പർ വാല്യൂ ഓഫ് യുവർ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് മാക്സിമം സ്റ്റാർട്ടിങ് ടോർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാം അല്ലേ. വാട്ട് ഹാപ്പൻസ് ആസ് ദ മോട്ടർ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഗ്രാജ്വലി കട്ട് ഔട്ട് until the rotor circuit is short circuited on itself for running condition. റണ്ണിങ് കണ്ടീഷനിലേക്ക് എത്താനുള്ള റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാജുവലി എന്ത് ചെയ്യും, കട്ട് ഔട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ടോർക്കിൻ്റെ ഫിനോമിനൻ വിത്ത് റെസ്പെക്ട് യുവർ സ്ക്വിറൽ കേജ് മോട്ടറും അതുപോലെ വൂണ്ട് റോട്ടറിൻ്റെയും കാര്യങ്ങളിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നമ്മളെ ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻസ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ടോർക്ക് റണ്ണിങ് കണ്ടീഷൻസിൽ പെർഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ടാവും, ഈ റണ്ണിങ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോഴാണ് നമ്മളെ സ്ലിപ്പിൻ്റെ എഫക്റ്റ് ഒന്നും ഇല്ലാത്തത്. റണ്ണിങ് എന്ന് പറയുമ്പോൾ അവിടെ ആര് വരും, സ്ലിപ്പ് വരും.
ശരിയല്ലേ? സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പോലെയാണ് എടുക്കുന്നത്. റണ്ണിങ് എന്ന് പറയുമ്പോൾ അവിടെ ആരുടെ എഫക്റ്റ് വരും? സ്ലിപ്പിൻ്റെ എഫക്റ്റ് വരും അല്ലേ? അപ്പോൾ സ്ലിപ്പും ടോർക്കും നമ്മളുടെ റിലേഷനാണ് ആക്ച്വലി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോർക്ക് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ എന്തൊക്കെയാണ്? E2 X2 R2 ആണ്. ശരിയല്ലേ? പക്ഷേ അറ്റ് സ്ലിപ്പിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അണ്ടർ ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കാം, അണ്ടർ റണ്ണിങ് കണ്ടീഷൻസ് അറ്റ് സ്ലിപ്പ് ഏത്? അറ്റ് സ്ലിപ്പ് എസ് സ്ലിപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അപ്പോൾ സ്ലിപ്പ് എസ്സിൽ ഏതൊക്കെ ക്വാണ്ടിറ്റികളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയണം. ഏതൊക്കെ ക്വാണ്ടിറ്റികളാണ് സ്ലിപ്പ് എസ്സിൽ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്? E2 അഫക്റ്റ് ചെയ്യും, X2 അഫക്റ്റ് ചെയ്യും, F അഫക്റ്റ് ചെയ്യും, R2ന് ഒരു പ്രശ്നമില്ല. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ആ ക്വാണ്ടിറ്റീസ് നമ്മളിവിടെ എഴുതുവാണ്. ഒന്നാമത്തത് E2 ഡാഷ്, നമ്മളെല്ലാം പുതിയ ഡാഷ് സ്ലിപ്പിൽ വരുമ്പോൾ ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ E2 ഡാഷ് എന്താവും? S ഇൻറ്റു E2. ശരിയല്ലേ? അതുപോലെ നമ്മുടെ X2 ഡാഷ് എന്താവും? ഇറ്റ് വിൽ ബി S ഇൻറ്റു X2. ക്ലിയർ? ദെൻ Z2 ഡാഷ് എന്താവും? ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് S ഇൻറ്റു X2 ദ ഹോൾ സ്ക്വയർ. നമ്മൾ പഠിച്ചതാണ്. ശരിയല്ലേ? അതുപോലെ I2 ഡാഷ് എന്താവും? your I2 dash will be become S into E2 divided by root of R2 square plus S into X2 the whole square. Clear? Similarly, cos phi 2 dash എന്ത് സംഭവിക്കും? It will become R2 divided by root of R2 square plus S X2 the whole square. ഇതാണ് നമ്മുടെ ചേഞ്ചസ്, നമ്മളെ റണ്ണിങ് കണ്ടീഷനിൽ സ്ലിപ്പിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ? എല്ലാ റോട്ടർ പവർ ഫാക്ടറും കറണ്ടും എല്ലാത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി നമ്മൾ റണ്ണിങ് ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതുവാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്കിന് അതേ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ എല്ലാത്തിനും ഈ സ്ലിപ്പിൻ്റെ എഫക്റ്റും കൂടി വരും അല്ലേ? അപ്പോൾ റണ്ണിങ് ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാം. റണ്ണിങ് ടോർക്ക് TR അല്ലേ? അപ്പോൾ TR വിൽ ബി പ്രപ്പോർഷണൽ ടു വാട്ട്? TR എന്തിനൊക്കെ പ്രപ്പോർഷണലാണ് എന്നുള്ളതാണ് ചോദ്യം. TR വിൽ ബി പ്രപ്പോർഷണൽ ടു E2 ഡാഷ് I2 ഡാഷ് കോസ് ഫൈ 2 ഡാഷ്. ശരിയല്ലേ? നമ്മളുടെ E2 ഡാഷ് എന്ന് പറയുന്നത് ഫ്ലക്സിന് പ്രപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ E2 ഡാഷ് പ്രപ്പോർഷണൽ ടു ഫൈ എന്ന് എഴുതാം. അപ്പോൾ ഇറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു ഫൈ ഇൻറ്റു I2 ഡാഷ് ഇൻറ്റു കോസ് ഫൈ 2 ഡാഷ്. ഓക്കെ, then what happens is proportional to phi into I2 dash എന്ന് പറഞ്ഞ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? S ഇൻറ്റു E2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് S X2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ഫൈ 2 ഡാഷ് വരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? R2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് S X2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇപ്പോൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് S ഇൻറ്റു E2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ രണ്ട് റൂട്ട് വരില്ല, അപ്പോൾ പോവും R2 സ്ക്വയർ പ്ലസ് S X2 ദ ഹോൾ സ്ക്വയർ. ദെൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഒരു പ്രൊപ്പോർഷണാലിറ്റി കൊടുക്കുക, K ഇൻറ്റു ഫൈ ഇൻറ്റു ഇറ്റ് വിൽ ബി S ഇൻറ്റു E2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S X2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമ്മുടെ ഓൾറെഡി നമ്മുടെ ഫൈ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ, ഇവിടെ ഫൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ E2 ഡാഷ് എന്തിന് പ്രപ്പോർഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഫൈക്ക് പ്രപ്പോർഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫൈന് പകരം നമുക്ക് എന്ത് എഴുതാം? E2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതും? നെക്സ്റ്റ് TR ഈസ് ഈക്വൽ ടു K1 പുതിയൊരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു S ഇൻറ്റു E2 സ്ക്വയർ ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് X2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? ഈ K1 എന്ന് പറയുന്ന സാധനം നിങ്ങൾ ബുക്കുകളിൽ ചിലപ്പോൾ കാണും 3/2πns, അല്ലെങ്കിൽ ഇങ്ങനെ കാണും 3/ωs എന്നൊക്കെ കാണും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 3/2πns എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ്, നേരത്തെ പറഞ്ഞ സപ്ലൈ വോൾട്ടേജ് നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്, E2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻ്റിൽ പ്രൊപ്പോർഷണാലിറ്റി വരും, അത് K2 ഇൻറ്റു S ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S X2 ദ ഹോൾ സ്ക്വയർ.
ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് റണ്ണിങ് ടോർക്കിൻ്റെ ഇക്വേഷൻ. അപ്പോൾ റണ്ണിങ് ടോർക്ക് നമുക്ക് രണ്ട് അനാലിസിസ് നടത്താം. ഒന്നാമത്തെ അനാലിസിസ് ആണ് എന്ത്, നമ്മളുടെ റണ്ണിങ് ടോർക്ക് എന്തിന് പ്രപ്പോർഷനിലാണ്, സ്ലിപ്പിന് പ്രപ്പോർഷനിലാണ്. ക്ലിയർ? അപ്പോൾ സ്ലിപ്പ് കൂടുമ്പോൾ, അതായത് നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് കുറയുമ്പോൾ നിങ്ങളുടെ ടോർക്ക് എന്ത് ചെയ്യുവാണ്, ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പോൾ റണ്ണിങ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു യുവർ സ്ലിപ്പ്. അതുപോലെ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു യുവർ സപ്ലൈ വോൾട്ടേജിൻ്റെ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ അങ്ങനെ രണ്ട് പ്രപ്പോർഷണാലിറ്റി ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മളെ കാൽക്കുലേഷൻ പരിപാടികൾക്കും മാക്സിമം ടോർക്ക് ഇക്വേഷനും മറ്റുള്ള കാൽക്കുലേഷൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കുക. റണ്ണിങ് ടോർക്ക് അവിടെ പറയും, പക്ഷേ അറ്റ് ദ സെയിം ടൈം എല്ലാത്തിനും റണ്ണിങ് ടോർക്കിൻ്റെ കാൽക്കുലേഷൻസിലൊക്കെ നമ്മൾ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാമെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ടോർക്ക് പ്രപ്പോർഷണൽ സ്ലിപ്പ് എന്നുള്ള ടേം ഓർക്കുക. ഇനി അടുത്തത് മാക്സിമം ടോർക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ. റണ്ണിങ് കണ്ടീഷനിലെ മാക്സിമം ടോർക്ക് എന്താണ്, എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റണ്ണിങ് ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതുക. K2 × S × R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ X2 സ്ക്വയർ. ഇതാണല്ലോ നമ്മൾ റണ്ണിങ് ടോർക്കിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പോലെ നമ്മൾ റണ്ണിങ് ടോർക്കിലെ മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ നിങ്ങൾ DTR ഡിവൈഡഡ് ബൈ ഏതിനെ വെച്ച് ഇക്വേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ സ്ലിപ്പിനെ വെച്ച് ഇക്വേഷൻ ചെയ്ത് സീറോയിലേക്ക് കൊടുക്കുക. അപ്പോൾ DTR/DS = 0 എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പം അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. സോ ഇറ്റ് വിൽ ബി K2 × R2 × R2 സ്ക്വയർ പ്ലസ് X സ്ക്വയർ X2 സ്ക്വയർ മൈനസ് 2S × X2 സ്ക്വയർ SR2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ X2 സ്ക്വയർ = 0. Okay, you will be getting R2 square plus S square X2 square minus 2S square X2 square = 0. You will be getting R2 square = S square X2 square. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. Thus R2 will be equal to S × X2. Important point. നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു, സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ ഇക്വേഷനിൽ എന്തായിരുന്നു, R2 = X2 ആയിരുന്നു. ശരിയല്ലേ? ഇവിടെ എന്താണ്, R2 = S × X2 ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ക്ലിയർ? അപ്പോൾ റണ്ണിങ് കണ്ടീഷനിൽ നമ്മുടെ റോട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഇൻറ്റു റോട്ടർ റിയാക്റ്റൻസ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് ഏത് കണ്ടുപിടിക്കാനാണ്, അല്ല ഏതിനു വേണ്ടിയാണ്, നമ്മൾ മാക്സിമം ടോർക്കിന് വേണ്ടിയാണ്. റണ്ണിങ് കണ്ടീഷനിലെ മാക്സിമം ടോർക്ക് എപ്പോൾ ഒക്കർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ കണ്ടീഷനിലാണ് മാക്സിമം ടോർക്ക് ഒക്കർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മാക്സിമം ടോർക്കാണ് കണ്ടുപിടിക്കണം. മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കണം, മാക്സിമം ടോർക്ക് ഞാൻ TM കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു പുട്ട് ദിസ് R2 = SX2 ഇൻ ദ ഇക്വേഷൻ. അല്ലേ? R2 = SX2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ പുട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലാണ് നമ്മൾ പുട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാത്രം എടുക്കാം. അപ്പോൾ TR പ്രൊപ്പോർഷണൽ ടു S × R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ X2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ R2 = S × X2 പുട്ട് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ S × R2 അല്ലെങ്കിൽ നമ്മൾ R2 സ്ക്വയർ = S സ്ക്വയർ × X2 സ്ക്വയർ പുട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ റിസൾട്ട് എന്താവുമെന്ന് നമുക്ക് പഠിക്കാം. അതാണ് നല്ലത്. യുവർ റിസൾട്ട് വിൽ ബി TM വിൽ ബി പ്രപ്പോർഷണൽ ടു 1/2x2 അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, K × E2 സ്ക്വയർ ഡിവൈഡ് K1 × E2 സ്ക്വയർ ഡിവൈഡ് ബൈ 2x2. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഒറ്റ കാര്യം ഓർക്കാനുള്ളതിൽ the maximum torque is inversely proportional to your X2. നിങ്ങളുടെ റോട്ടർ റിയാക്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ആര്, നമ്മളുടെ മാക്സിമം ടോർക്ക്.
ഓക്കെ, അത് എവിടെയാണ് ഏത് സ്ലിപ്പിലാണ് ആ മാക്സിമം ടോർക്ക് ഒക്കർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ദ സ്ലിപ്പ് ഓഫ് R2/x2. അതായത് R2 = SX2. അതെപ്പോഴും ഒക്കർ ചെയ്യുന്നത് നമ്മുടെ സ്ലിപ്പ് എന്ന് തിരിച്ചെഴുതിയാൽ പോരെ. സ്ലിപ്പ് R2/x2ലാണ് നമ്മൾ മാക്സിമം ടോർക്ക് ഒക്കർ ചെയ്യുന്നത്. ആ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു 1/2 × x2. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പർപ്പസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഫുൾ ലോഡ് സ്റ്റാർട്ടിങ് ആൻഡ് മാക്സിമം ടോർക്ക്. ക്ലിയർ? അപ്പോൾ ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ് ടോർക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ദാറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു S × R2 / R2² + SX2². അതുപോലെ നമ്മളുടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രപ്പോർഷണൽ ടു R2 / R2² + X2². മാക്സിമം ടോർക്ക് പ്രപ്പോർഷണൽ ടു 1/2x2. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കുറച്ച് റേഷ്യോസ് നമ്മൾ എന്ത് ചെയ്യാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ S എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫുൾ ലോഡ് സ്ലിപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ മാക്സിമം ടോർക്ക് / ഫുൾ ലോഡ് ടോർക്ക്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു R2² / R2² + X2² SX2² / 2S × R2x2. അല്ലേ? നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഫുൾ ലോഡ് ടോർക്ക് നമ്മൾ മുകളിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ കിട്ടും കറക്റ്റായിട്ട്. ഓക്കെ, നമ്മൾ എന്ത് വെച്ചാൽ ഡൂമിനേറ്ററും ഡിനോമിനേറ്ററുകളും x2² കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം കിട്ടുന്ന ആൻസർ ഇതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും R2/x2² + S² / 2S × R2/x2. ശരിയല്ലേ? നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ് A എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് R2/x2. ക്ലിയർ? നമുക്ക് സ്ലിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ A എന്ന് പറഞ്ഞാൽ റോട്ടർ റെസിസ്റ്റൻസ് പെർ ഫേസ് / സ്റ്റാൻഡ് സ്റ്റിൽ റെസിസ്റ്റൻസ് പെർ ഫേസ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് A² + S² / 2AS. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? TM/TF. ഓക്കെ, അപ്പോൾ TM/TFൻ്റെ ഇക്വേഷനാണ് A² + S² / 2AS. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലയാണ്. നമ്മളെല്ലാ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ TM/TF എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഓർക്കുക. അതേപോലെ നമ്മൾ അടുത്ത കാണാൻ പോകുന്നതാണ് TM/TS. TM/TS നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും R2² + X2² / 2R2x2. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡിങ് യുവർ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ x2² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് TM/TS ഈക്വൽ ടു R2/x2² + 1 / 2R2/x2. നേരത്തെ പോലെ A = R2/x2 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കിട്ടും A² + 1 / 2A. ക്ലിയർ? അപ്പോൾ രണ്ട് ഇക്വേഷനുകളാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TM/TF. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TM/TS. നിങ്ങൾ ഇനി ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണം. നിങ്ങൾ ആൻസർ മാത്രം പഠിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു A² + S² / 2AS. ദാറ്റ് ഈസ് ഈക്വൽ ടു A² + 1 / 2A. ശരിയല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ നമുക്കിത് വളരെ എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ള കാര്യം നോക്കുമ്പോൾ ഇനി നിങ്ങളാ പ്രൂഫ് ഒന്നും നോക്കണ്ട, ഇത് മാത്രം. മാക്സിമം ബൈ ഫുൾ ഈക്വൽ ടു A² + S² / 2S. TM/TS = A² + 1 / 2A, where your A will be R2/x2. ക്ലിയർ? അപ്പോൾ ഇതാണ് പ്രോബ്ലത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കുക, ഇത് മാത്രം പഠിക്കുക. ഓക്കെ,
ഇനി ഈ ടി എം ബൈ ടി എഫ് ആണെന്ത് എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2as. ഇതിൻ്റെ അടിയിൽ ടി എസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് ആകുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിൽ സ്ലിപ്പ് 1 കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ 1 കൊടുക്കുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2a. അതല്ലേ ഇത്? ശരിയല്ല? അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഈ ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, അപ്പോൾ പഠിക്കുക. ടി എം ബൈ ടി എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2as. ഓക്കെ, ഇനി ടി എം ബൈ ടി എസ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2a. ക്ലിയർ? അതാണ് അതിൻ്റെ മെത്തഡ്. അപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് ഏതിൽ പഠിക്കാനുള്ളൂ? നമ്മളുടെ സ്റ്റാർട്ടിംഗ് ടോർക്കും നമ്മുടെ മാക്സിമം ടോർക്ക് അല്ലെങ്കിൽ ഫുൾ ലോഡ് ടോർക്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ള കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മാക്സിമം ടോർക്കാണ് ടി എം, ഫുൾ ലോഡ് ടോർക്കാണ് ഇത്, ടി എസ് ആണ് നമ്മുടെ എന്ത് സ്റ്റാർട്ടിംഗ് ടോർക്ക്. ക്ലിയർ? ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, സ്പീഡ് റെഗുലേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് റെഗുലേഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്പീഡ് റെഗുലേഷൻ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിൽ നല്ല ക്ലാരിറ്റി വരുത്തിയിരുന്നു അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കത് പറയാൻ മാത്രമേ ഉള്ളൂ, ചെറിയൊരു കാര്യമാണ്. എന്താണ് സ്പീഡ് റെഗുലേഷൻ്റെ ഫോർമുല? അപ്പോൾ സ്പീഡ് റെഗുലേഷൻ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എന്താണ് എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. സ്പീഡ് റെഗുലേഷൻ, പെർസെൻറ്റേജ് ഓഫ് സ്പീഡ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? നോ ലോഡ് സ്പീഡ് മൈനസ് ഫുള്ള് ലോഡ് സ്പീഡ് ഡിവൈഡഡ് ബൈ യുവർ ഫുൾ ലോഡ് സ്പീഡ് ഇൻറ്റു 100. ക്ലിയർ? അപ്പം ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ NO മൈനസ് NFL ഡിവൈഡഡ് ബൈ NFL ഇൻറ്റു 100. ഇതാണ് നമ്മുടെ റെഗുലേഷൻ അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നോ ലോഡ് സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത്, നോ ലോഡ് സ്പീഡ് NO തന്നിരിക്കുന്നത് 800 RPM, നമ്മുടെ NFL തന്നിരിക്കുന്നത് 750 ആണെന്ന് വിചാരിക്കും. അപ്പം നമ്മളുടെ റെഗുലേഷൻ എന്താ വരിക? ഇറ്റ് വിൽ ബി 800 മൈനസ് 780 ഡിവൈഡഡ് ബൈ 780 അല്ലേ? ആൻസർ വിൽ ബി 20 ബൈ 780 ഇൻറ്റു 100. സോ ഇറ്റ് വിൽ ബി 2 by 780 into 100, 1 by 39. So it will be around 100 by 39 ചെയ്യുമ്പോൾ 2 അല്ലേ? 278 8 22 220.6 എന്നുള്ള രീതിയിൽ വരും അല്ലേ? അപ്പോൾ അറൗണ്ട് 2.6%. ക്ലിയർ? ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പീഡ് റെഗുലേഷൻ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്കും അതുപോലെ സ്പീഡ് റെഗുലേഷൻ്റെ കാര്യങ്ങൾ. ടോർക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. അതോടുകൂടി ഇത് എന്താവും? ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ ദെൻ, താങ്ക് യു.